പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പലവിധമായ കെടുതികളിലൂടെയാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും യുദ്ധവും യുദ്ധസമാന സാഹചര്യങ്ങളും അധിനിവേശങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം ഇത് കുറേ നാളുകളായി, വർഷങ്ങളായിട്ട് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യം തുടക്ക കാലഘട്ടത്തിൽ അവിടെ വലിയ ബോംബാക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 1-1.5 വർഷമായി ഏറെക്കുറെ ഒരു സമാധാനത്തിന്റെ പാതയിലാണ്. എന്നാൽ അങ്ങിങ്ങായി അവിടെ ആർട്ടിലറി ഷെൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഒക്കെ നടക്കുന്നുമുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിന് ഒരു സമാപനം ഉണ്ടാകുന്നില്ല. പലയിടത്തും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. രണ്ട് രാജ്യങ്ങളും അവരവരുടെ നിലപാടിൽ തുടരുകയുമാണ്. ഞാനിപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് പോലും മറികടന്നിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ യൂറോപ്യൻ യുദ്ധങ്ങളിൽ ഒന്നായി മാറുന്നു ഈ സംഘർഷം. പരിശോധിക്കുകയാണ് ദൈർഘ്യം മറികടന്ന് അധിനിവേശം. ഈ പറഞ്ഞ പോലെ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. 2022 ഫെബ്രുവരി മാസം 24-നാണ് ആരംഭിച്ചത്. ആ 2022 ഫെബ്രുവരി 24 കഴിഞ്ഞിട്ട് 4 വർഷം കടന്നിരിക്കുകയാണ്, അല്ലേ? ഇപ്പം 2026 ആണല്ലോ. 2026 ജൂൺ മാസത്തോടു കൂടി ഈ യുദ്ധം 4 വർഷവും 3 മാസവും പിന്നിട്ടിരിക്കുന്നു. ഈ 4 വർഷവും 3 മാസവും എന്ന് പറയുന്നത് 1914 മുതൽ 1918 വരെ നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവിനെ മറികടക്കുന്ന തരത്തിലേക്ക് മാറി. അതായത് 4 വർഷം 3 മാസം 14 ദിവസം, ആ കാലയളവിനെ മറികടന്നിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം. യുദ്ധം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ യുദ്ധം ആരംഭിച്ചത്, എന്താണെന്നും എന്താണ് കാരണം എന്നുള്ളതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ 4 വർഷമായി തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയത്, അല്ലെങ്കിൽ ഇപ്പോഴും തുടരുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ റഷ്യ യുക്രൈനെതിരെ ഒരു അധിനിവേശം ആരംഭിച്ച് തന്നെ 2 ദിവസം കൊണ്ട്, അതല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് യുക്രൈനെ കീഴടക്കാം എന്ന ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു, എന്നൊരു ചിന്തയിൽ തന്നെയായിരുന്നു. പക്ഷേ ശക്തമായ യുക്രൈന്റെ പ്രതിരോധവും പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക സാമ്പത്തിക സഹായവും കാരണം ഈ യുദ്ധം ദീർഘകാലമായി നീണ്ട് പോവുകയാണ്. 2022 റഷ്യ കിയേവും മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെങ്കിലും പ്രതീക്ഷിച്ചൊരു വിജയം നേടാൻ റഷ്യക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. തുടർന്ന് ഈ യുദ്ധം കിയേവ് കഴിഞ്ഞതിനു ശേഷം കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിലേക്കും തെക്കൻ മേഖലയിലുമായി കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ വാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, പറഞ്ഞ പോലെ യുദ്ധം തുടരുകയാണ്. ഇപ്പോഴും 2 രാജ്യങ്ങളും തമ്മിൽ ചേർച്ചയില്ല, യുദ്ധം തുടരുന്നുണ്ട്. പക്ഷേ അതിനൊരു നശീകരണ സ്വഭാവമില്ല, അതായത് അക്രമ സ്വഭാവം വലുതായിട്ടില്ല. എന്നാൽ ഉപരോധവും വാക്പോരുകളും ഒക്കെ തുടരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അക്രമ സംഭവങ്ങളുണ്ട്. ഇരു രാജ്യങ്ങളും ഡ്രോണുകളും മിസൈലുകളും അതേപോലെ തന്നെ ആർട്ടിലറി ആക്രമണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ വ്യാപകമായി അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. റഷ്യ യുക്രൈൻ പ്രദേശങ്ങളുടെ ഏകദേശം 1/5 ഭാഗം ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് എന്ന വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട് അന്തർദേശീയ തലത്തിൽ നിന്നും. അതേസമയം തന്നെ അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം യുക്രൈന്റെ ഭാഗത്ത് നിന്ന് തുടരുകയുമാണ്. ഒന്നാം ലോക മഹായുദ്ധവുമായി റഷ്യ യുക്രൈൻ യുദ്ധത്തെ താരതമ്യം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഈ ഒരു പിരീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം മറികടന്നു എന്ന് പറയും. പക്ഷേ അതല്ലാതെ ഇത് 2 യുദ്ധവും 2 തരത്തിൽ നടന്ന സംഭവമാണ്. ഇപ്പം വേൾഡ് വാർ ഫസ്റ്റ്, ഒന്നാം ലോക മഹായുദ്ധം, അത് 4 വർഷത്തിലേറെ നീണ്ടു നിന്നുവെങ്കിലും അതിൽ ഒരുപാട് രാജ്യങ്ങൾ നേരിട്ട് പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. പല രാജ്യങ്ങളും നേരിട്ട് പങ്കെടുത്തു. പക്ഷേ മറുവശത്ത് ഈ റഷ്യ യുക്രൈൻ വാർ നമ്മൾ എടുത്താൽ അതിൽ പല രാജ്യങ്ങളും റഷ്യയെയും യുക്രൈനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം യുക്രൈൻ ഈ ഒരു 4 വർഷം അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയത് പോലും യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയും സൈനിക സാമ്പത്തിക സഹായവും ഒക്കെയും കൊണ്ടാണ്. പക്ഷേ ഡയറക്റ്റ് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഈ 2 രാജ്യങ്ങളും മാത്രമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ആ യുദ്ധം
ലോക രാഷ്ട്രീയത്തെയും അതേപോലെ സാമ്പത്തിക മേഖലയെയും ഊർജ്ജ വിപണിയെയും ഭക്ഷ്യസുരക്ഷയും ഒക്കെ ഗണ്യമായി തന്നെ സാരമായി തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വേൾഡ് വാർ ഫസ്റ്റുമായിട്ട് എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ അത് വർഷത്തിന്റെ കാര്യത്തിൽ ഒരു ദീർഘകാലയളവ് എടുക്കുമ്പോൾ വേൾഡ് വാർ ഫസ്റ്റിനെ മറികടന്നിട്ടുണ്ട് റഷ്യ യുക്രൈൻ വാർ. പക്ഷേ ഇത് ഒരുപാട് രാജ്യങ്ങൾ നേരിട്ട് പങ്കെടുത്ത ഒരു വലിയ യുദ്ധമാണ്. ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അതിൻ്റെ ഡ്രെഞ്ച് യുദ്ധമായിരുന്നു പ്രധാനപ്പെട്ട സവിശേഷത. റഷ്യ യുക്രൈൻ യുദ്ധങ്ങളിലും പല മേഖലകളിലും ഡ്രെഞ്ചുകളും സ്ഥിരമായ പ്രതിരോധങ്ങളും ഒക്കെ രൂപപ്പെട്ടത് ചരിത്രപരമായ സാമ്യതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ആധുനിക ഡ്രോണുകൾ, ഉപഗ്രഹ നിരീക്ഷണം, കൃത്യതയേറിയ മിസൈലുകൾ എന്നിവയാണ് ഈ യുദ്ധത്തെ വ്യത്യസ്തമാക്കുന്ന മറ്റൊന്ന്. ഇതിൻ്റെ ആഗോള പ്രത്യാഘാതങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ച് തന്നെ പോകണം. നോക്കൂ, യൂറോപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങളിലൊക്കെ വലിയ മാറ്റം റഷ്യ യുക്രൈൻ വാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഊർജ്ജ മേഖലകളിലും ഭക്ഷ്യധാന്യ വിപണികളിലുമൊക്കെ ഈ യുദ്ധം വലിയ ആഘാതവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞിട്ടില്ല, സൈനിക ചെലവുകളൊക്കെ വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നിർബന്ധിതരാവുകയായിരുന്നു ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്. അതേപോലെ നേറ്റോയുടെ പങ്കും വ്യാപനവും ഒക്കെ കൂടുതൽ ശ്രദ്ധേയമായി മാറിയതും ഈ യുദ്ധത്തിന് ശേഷമാണ്. ലോക രാഷ്ട്രീയത്തിൽ പുതിയ ധ്രുവീകരണത്തിന് വഴിവെക്കാനും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, രണ്ട് രാജ്യങ്ങളെയും സാമ്പത്തികമായി അത് തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ അല്ലെങ്കിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് റഷ്യ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു, വലിയ സൈനിക ശക്തിയായിരുന്നു, അല്ലേ? പക്ഷേ ആ ഒരു രീതിയിൽ നിന്നൊക്കെ എത്രയോ താഴോട്ട് പോയി റഷ്യയുടെ സാമ്പത്തിക നിലയും സൈനിക ശക്തിയും ഒക്കെയും. അതേപോലെ തന്നെയാണ് യുക്രൈൻ്റെ കാര്യത്തിലും അവരുടെ ഉൽപ്പാദനവും കാര്യങ്ങളും ഒക്കെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ എത്തിച്ചേർന്നു. ഈ യുദ്ധങ്ങൾ എപ്പോഴും ഒരു രാജ്യത്തിനും അല്ലെങ്കിൽ ആർക്കും ഗുണകരമുള്ളൊരു കാര്യമല്ല. പക്ഷേ യുദ്ധങ്ങൾ പല കാര്യങ്ങൾ കൊണ്ട് നീണ്ടു പോവുകയുമാണ്. ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു യുദ്ധത്തിൻ്റെ മുന്നോട്ടുള്ള വഴി എന്ന് ചോദിച്ചാൽ, യുദ്ധം എപ്പോൾ അവസാനിക്കും, എന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. അത് ഇപ്പോഴും അതിലൊരു അവ്യക്തത തുടരുന്നുണ്ട്. സമാധാന ചർച്ചകൾക്കുള്ള ശ്രമങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും സ്ഥിരമായൊരു വെടിനിർത്തൽ കരാർ ഇതുവരെ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും ചെലവേറിയതുമായ സായുധ സംഘർഷങ്ങളിലൊന്നായി റഷ്യ യുക്രൈൻ യുദ്ധം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് കരുതപ്പെട്ട ഒരു യുദ്ധം 4ാം വർഷവും പിന്നിട്ട് ഒന്നാം ലോക തുല്യമായതല്ല, അതിനെ മറികടന്നും നീണ്ടു നിൽക്കുകയാണ്. ഇത് ആധുനിക യൂറോപ്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഘർഷങ്ങളിലൊന്നായി മാറിയിരിക്കുകയുമാണ്.